ഇന്ന് സിമ്പിളായും പെർഫെക്റ്റായും നെയ്ച്ചോറ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അരി ഒരു 15 മിനിറ്റ് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മുടെ കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ കുക്കർ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഏലക്കായ, ഗ്രാമ്പൂ, പട്ടൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് സവാളയും കൂടി കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം നമ്മുടെ കുതിർക്കാൻ വേണ്ടി വെച്ച അരി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ നെയ്ച്ചോറൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. അങ്ങനെ കുറച്ചൊക്കെ നേരം അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചൊക്കെ മിക്സ് ചെയ്ത് കൊണ്ടേയിരിക്കുക. ഇനി നമുക്കിതിലോട്ട് നല്ല ചൂട് വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാം. ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള തോതിലാണ് എടുക്കേണ്ടത്. ഇതിലോട്ട് ഞാൻ കുറച്ച് റൈസിൻസും കാഷ്യൂസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എണ്ണയിൽ മൂപ്പിച്ചെടുക്കാനൊന്നും നിന്നിട്ടില്ല. കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഒരു വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതിൻ്റെ പ്രഷറൊക്കെ നന്നായി പോയതിനു ശേഷം തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ.